ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 34 അധ്യായം. ശംഖചൂഡവധം. ശ്രീശുകൻ പറഞ്ഞു, ഒരിക്കൽ ഭഗവാനൊത്തു ഗോപന്മാർ കൗതുകത്തോടെ കാളവണ്ടികളിൽ കേറി പൂകിനാരംബികാവനം. ആരാധിച്ചു പശുപതി പ്രഭുദേവനയെന്ന പോൽ സരസ്വതീ സ്നാതരന്ന് അംബികയെയും മഹീപതേ കാക്കണേ ഞങ്ങളെത്തേവർ എന്നു പ്രാർത്ഥിച്ചു സാദരം. ബ്രാഹ്മണർക്കേകി മധ്വന്നം മധുപൊൻ പശുവസ്ത്രവും വാണു സരസ്വതീ തീരത്തിരവിൽ ജലവായികൾ. നന്ദൻ സുനന്ദൻ തൊട്ടുള്ള മഹാഭാഗർ ധൃതവ്രതർ ബുഭുക്ഷയാലൊരു പെരുമ്പാമ്പ് അരിച്ചെത്തി നന്ദനെ വിഴുങ്ങി കാട്ടിലുറങ്ങിക്കിടക്കുമ്പോൾ യദൃച്ഛയാം സർപ്പഗ്രസ്തൻ നിലവിളി കൂട്ടി, ഹേ കൃഷ്ണ കൃഷ്ണ, നീ പാമ്പിൽ നിന്നെന്നെ രക്ഷിക്കൂ കുഞ്ഞേ, നിൻ ശരണാർത്ഥി ഞാൻ. എഴുന്നേൽക്കെ ഗോപർ പാമ്പു വിഴുങ്ങിയതു കാൺകയാൽ വിഭ്രാന്തരായി തല്ലിനാർത്തി കൊള്ളികൊണ്ടതിനെ ക്ഷണാൽ. പൊള്ളിയിട്ടും പെരുമ്പാമ്പു വിട്ടയച്ചില്ല നന്ദനെ. ശ്രീകൃഷ്ണൻ വന്നു പാദത്താൽ അവനെ തൊട്ടിടും വരെ. ഭഗവത്പാദമേറ്റപ്പോൾ പാപമെല്ലാം നശിക്കയാൽ വിദ്യാധരോത്തമാകാരം പൂണ്ട് എണീറ്റിടിനാനവൻ. നമസ്കരിച്ചു ചാരത്തു നിൽക്കുമാ ഹേമമാലിയെ ദീപ്തസ്വരൂപനെ കണ്ടിട്ടാരാഞ്ഞാൻ അഖിലേശ്വരൻ. അപാരശോഭ തൂകും നീയാരാണ് അത്ഭുത ദർശനൻ, ആരാൽ നീ ഈ വിധം ദീനജന്മം പ്രാപിച്ചു ചൊൽക നീ. സർപ്പം പറഞ്ഞു, ഗന്ധർവൻ ഞാൻ, എൻ്റെ സുപ്രശസ്തമാം പേർ സുദർശനൻ. സുന്ദരൻ ഞാൻ, വിമാനത്തിൽ ചെന്നെത്തി സർവദിക്കിലും. സൗന്ദര്യമത്തനാമെന്നാൽ വിരൂപാങ്കിരസർഷികൾ ഹസിക്കപ്പെട്ട പാപത്തിനവരാൽ ശബ്ദജന്മി ഞാൻ. അദ്ദയാലുക്കൾ തൻ ശാപം അടിയൻ നിന്നനുഗ്രഹം പാദസ്പർശാൽ ഹരിച്ചല്ലോ ഭവാൻ എൻ സർവപാപവും. സംസാരഭീതരാം പാദദാസന്മാർക്ക് അഭയങ്കര യാചിപ്പേൻ ശാപനിർമുക്തൻ പൂർവസ്ഥിതി തരേണ്ടുമേ. പ്രാപിപ്പേൻ ശരണം ദേവ സർവലോകേശ്വരേശ്വര. മഹായോഗിൻ വിടതരൂ മഹാപുരുഷ സൽപദേ. അകറ്റൂ മൽബ്രഹ്മശാപം ത്വൽദർശന ക്ഷണമച്യുത. നിൻ പേർ പറഞ്ഞോർ കേട്ടോരും വരിച്ചു പുണ്യമീ വിധം. നിൻ കാൽച്ച വിട്ടേറ്റ പുണ്യം വീണ്ടും ഞാൻ പറയണമോ? വിട ചോദിച്ചു നമിച്ചാൻ വലം വച്ച സുദർശനൻ. പിന്നെ വിണ്ണേറിനാൻ ദുഃഖമുക്തനായി നന്ദഗോപനും. കൃഷ്ണന്റെ ആ ദിവ്യത കണ്ടു വിസ്മയം പ്രാപിച്ച ഗോഷ്ഠസ്തർവനത്തിലെ വ്രതം കഴിഞ്ഞു കൂട്ടായി തിരികെ ഗമിക്കവേ പറഞ്ഞിതാ സംഭവം ആദരത്തോടെ. ഒരിക്കൽ രാമനൊപ്പം ഗോവിന്ദൻ അത്ഭുത വിക്രമൻ ഗോപിമാരൊത്തരണ്യത്തിൽ ക്രീഡിച്ചു പാതിരാത്രിയിൽ. വസ്ത്രാലങ്കാരമാല്യോദ്യന്മുഖരാം രണ്ടുപേരെയും ഇഷ്ടതോഴികൾ ഈണത്തിൽ ആടിപ്പാടി സ്തുതിക്കവേ. മല്ലികപ്പൂമണം മോന്തിയ ആമ്പൽക്കാറ്റിലെ വണ്ടുകൾ മതിക്കെ ചന്ദ്രതാരാഭ സന്ധ്യ വന്ദിച്ചു നിൽക്കവേ ആലപിച്ചാരിരുവരും സ്വരാരോഹാവരോഹണം. അതേ ഈ പ്രാണികൾക്കാകെ മനഃശ്രവണമംഗളം. ഗോപിമാരതു കേട്ടാകെ മൂർച്ഛിച്ചിട്ടറിയാതെയായി മുടിമാലയ്ക്കൊപ്പം മുടുവസ്ത്രം പോലും അഴിഞ്ഞതും. ഇമ്മട്ട് അവരഴിഞ്ഞ ആനന്ദമത്താൽ പാടിയാടവേ അങ്ങെത്തിനാൻ ശംഖചൂഡൻ പ്രഖ്യാതൻ ധനദാശ്രിതൻ. വടക്കോട്ടുടൻ ഓടിച്ചു കൊണ്ടുപോയി ബലാൽ ഷഠൻ. കേഴും സ്ത്രീകളെ നാഥന്മാർ രണ്ടാളും നോക്കി നിൽക്കവേ രാമകൃഷ്ണ എന്നു നിലവിളിക്കും സ്വവധുക്കളെ പിടിച്ച പുലി തന്നേരെ പാഞ്ഞു ചെന്നു സഹോദരർ. കുതികാലിൽ ഗുഹ്യഗാധമാന്തികം പുൽകിയോതിനാർ പേടിച്ചിടായികെന്ന നീണ്ട കൈയുള്ള ബലശാലികൾ. കാലനും മൃത്യുവന്താനോ മുന്നിൽ ശ്രദ്ധിച്ചു നോക്കവേ സ്ത്രീകളെ കൈവിട്ടു മൂഢൻ ജീവനും കൊണ്ടുപാച്ചിലായി. അവൻ ചെന്നയിടങ്ങളിലൊക്കെയും ഗോവിന്ദനെത്തിനാൻ തശിരോരത്നം പറിക്കാൻ.
കാത്തു ഗോപികളെ ബലൻ ശിരോരത്നത്തോടൊന്നിച്ച ദുഷ്ടന്റെ തലയും നൃപ കയ്യാൽ പറിച്ചെടുത്തു തത്സമീപം ചെന്നുടൻ വിഭു. ശംഖചൂടവധത്തിൽ കൈവന്നു ഭാസുരമാം മണി സ്ത്രീകളെ കാത്ത ചേട്ടന്നു കൊടുത്താൻ അവർ കാൺകവേ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.